നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 40 മാർക്കിന് GK പോർഷൻ ഉള്ളൂ കേട്ടോ. ഈ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് PSC ഏതൊക്കെ മേഖലകളിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് മേഖലയാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ്. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. 2, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവനാണ്. അടുത്ത, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഹാമിൽട്ടണിലാണ്. അടുത്ത 4, ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് ലഭിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി 107 ആണ്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ് നിലവിലെത്തത്? BVR സുബ്രഹ്മണ്യൻ. 6, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥിരം ചോദ്യം. 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എല്ലാവർക്കും ആൻസർ കിട്ടി അല്ലെ. ശരിയായ പ്രസ്താവന ഏതൊക്കെയാ? ഈ 1ഉം 2ഉം. സുഭാഷ് ചന്ദ്രബോസ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. സോ ഓപ്ഷൻ ബി ആണ്. തെറ്റായ ജോഡി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡിഗ്രിക്കാരോട് ഈ ഇന്നലെ ഇന്നും ഒക്കെ പറഞ്ഞു ഈ സെക്ഷൻ പഠിക്കണമെന്ന്. ഓരോന്നിന്റെയും സംഘടനകളും അത് സ്ഥാപിച്ച ആൾക്കാര്, വർഷം. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സൂര്യാസൻ. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ഇതിനകത്ത് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? സതീഷ് ചന്ദ്രബോസും ബാരിസ്റ്റർ പ്രശാന്ത് മിത്രയൊക്കെയാണ് അല്ലെ സ്റ്റാർട്ട് ചെയ്തത് കൊൽക്കത്തയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 8, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയിട്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിടിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ആരാണ്? ഹീരാലാൽ സമരിയ. 10, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരമാണ് ലിപ്പു ലേക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഹിമാലയൻ നദിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത്. അപ്പൊ മാപ്പ് വന്നു, നദി വന്നു, ഹിമാലയൻ നദി വന്നു, പിന്നെ ചുരം വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് എക്സ്ട്രീമിസ്റ്റുകളും ഈ ഒരു സംഘടനയും ചോദിച്ചിട്ടുണ്ട്. ലാഹോർ സമ്മേളനം, നീതി ആയോഗ്. ഇത്രയാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത്. അതെല്ലാം തന്നെ ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. 12, മില്യൺ ഷീറ്റുകളുടെ തോതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത് 13, നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാർഷിക കാലാവസ്ഥ. ക്ലൈമറ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ക്ലൈമറ്റിനകത്ത് ഡിഗ്രിക്കാർ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അപ്പം നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയുടെ കാലാവസ്ഥയുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പേര് എന്താണെന്നാണ് ചോദ്യം. ഏതാണ് പേര്? ഓപ്ഷൻ ഡി ആണ്, റാബി. അടുത്തത് 14, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇപ്പൊ ഏറ്റവും വലുത് ഇടുക്കിയാണെന്ന് അറിയാം. ഇടമലക്കുടി ചേർത്തപ്പോഴാണ്. പുറംപണി, അതായത് ഔട്ട്സോഴ്സിംഗ് ഉദ്ദേശിച്ചത്. ഔട്ട്സോഴ്സിംഗുമായിട്ട് ബന്ധമില്ലാത്തത്. പുറംപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിംഗുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. ഭൂപരിഷ്കരണം ഇല്ല. 1991 സാമ്പത്തിക പരിഷ്കരണം, സേവന മേഖല, ആഗോള, ഇതെല്ലാം ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കത്തില്ലേ ഓരോ പ്രോജക്ട്സ്, അതാ ഉദ്ദേശിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഏഷ്യൻ ഗെയിംസ് നോക്കിയിട്ട് പോവാ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ ആണ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 17, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഓപ്ഷൻ ബി ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. അടുത്ത, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത്. പ്ലാനിംഗ് കമ്മീഷന്, പഞ്ചവത്സര പദ്ധതി നോക്കിയിട്ട് പോകണം. ബന്ധമില്ലാത്തത് 50-ൽ സ്ഥാപിതമായി നീതി ആയോഗ്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി, റിസർവ് ബാങ്ക്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ആണ്. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ നേവി,
23-24 യൂണിയൻ ബജറ്റ്, സാർക്ക് രാജ്യം. ഏതുമായിട്ടാണ് ബന്ധം? ഓപ്ഷൻ ബി 23-24 യൂണിയൻ ബജറ്റ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കണം. 20 താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭ, സ്ഥിരം ചോദ്യം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ആ പ്രസ്താവനയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 46-ലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പൂർത്തീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അന്തിമ കരട് രേഖ ഡ്രാഫ്റ്റ് 1949 നവംബർ 26-ന് അംഗീകരിച്ചു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിള്, യോജിക്കുന്ന പ്രസ്താവന. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊക്കെയാണ് യോജിക്കുന്നത്? 1ഉം 2ഉം 3ഉം ശരിയാണ്. 22 ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നത്? ഏത് ഭാഗത്താണ്? 22 ഓപ്ഷൻ ബി ഭാഗം 2. അടുത്തത് 23 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളിന്റെ പേര് ഏതാ? ആർട്ടിക്കിൾ 32. അടുത്ത പഞ്ചായത്തി രാജ് ആണ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ 73-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 2, 4. വൃത്തിയായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോണേ. ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് നിങ്ങൾക്ക് കുറച്ച് ഡിഗ്രിക്കാർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ ചോദിക്കും. UPSC, നീതി ആയോഗ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ. ഈസിയാണ്. ഓപ്ഷൻ ബി നീതി ആയോഗ്. അടുത്ത 26-ാമത്തെ ചോദ്യം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നാരി ശക്തി വന്ദൻ അധിനിയം. 27 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ ഈ 106 ഒന്ന് നോക്കിയിട്ട് പോണേ. 106 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഗവർണറാണ്. സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഗവർണർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് ആരാ? മുഖ്യമന്ത്രി. അടുത്തത് മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്താ? ഓപ്ഷൻ ബി ആണ് സ്നേഹപൂർവ്വം. അടുത്തത് 30 താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടമാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഈ കുടുംബശ്രീ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അറിയാവുന്നവർ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്താണ് ശരിയാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താ? ഓപ്ഷൻ ബി ആണ് ലൈസോസൈം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി ആണ് സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ കർണാടക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗം, ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടുണ്ടാക്കുന്നതാണ്. ഏതൊക്കെയാ? ഫാറ്റി ലിവറും പ്രമേഹവും. ഹീമോഫീലിയ അല്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോറി, ഓപ്ഷൻ സി ആണ് 1, 2. 35 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. കോൺവെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്തത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന്.
പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. LDC കാരൊക്കെ നോക്കിയിട്ട് പോവാം. ഇവയെല്ലാം ശരിയാണ്. ISROയുടെ ചന്ദ്രയാൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ചന്ദ്രയാൻ 3ന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് എല്ലാം ശരി. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും 3 ഷെല്ലാണുള്ളത്. അതിനകത്ത് ഏറ്റവും പുറത്ത് ഒരു ഇലക്ട്രോൺ ആണുള്ളത് എങ്കിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 3-ാം പീരീഡ് 1-ാം ഗ്രൂപ്പ്. 3 ഷെല്ലില്ലേ, അപ്പൊ 3 പീരീഡ് ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് 1-ാം ഗ്രൂപ്പ്. അടുത്ത വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക സ്വഭാവം ഉള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കില്ല. ഏതൊക്കെയാ? ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ. 2ഉം 3ഉം ശരിയാണ്. വാതക തന്മാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് ഖരമാണ് അല്ലെ. അതിനുശേഷം ദ്രാവകം വരുമ്പോൾ കുറച്ച് അകലെയാണ്. വാതക തന്മാത്ര എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇവിടാണെങ്കിൽ ഒരെണ്ണം വേറെ ആയിരിക്കും. സോ ഇത് തെറ്റാണ്. പിന്നെ ബാക്കി 2 വളരെ ശരിയാണ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. അപ്പൊ നമ്മൾ പറഞ്ഞ ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പ്രധാനമായിട്ടും. LDC കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും പറയുകയാണ്. ആർക്കാണെങ്കിലും ഈ ഒരു സെക്ഷൻ നിങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC ഇഷ്ടമുള്ള മേഖലകൾ കണ്ടെത്തി പഠിക്കുക. നമ്മൾ പറഞ്ഞ പല ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് ഡിഗ്രിക്കാർക്ക് ചോദിക്കും. ഓക്കെ, LDC കാർക്ക് അതിന്റെ തൊട്ട് ലെവലിൽ താഴെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.